ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു അടിപൊളി ടിപ്സാണ് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ അടുക്കളയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റവ് ആണ്. അപ്പോൾ ഗ്യാസ് സ്റ്റവ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ റെഡിയാക്കുക എന്ന് പറഞ്ഞാൽ പേടിയായിരിക്കും. കാരണം കുറച്ച് ഡേഞ്ചറസ് ആയ ഒരു സാധനമാണ് ഗ്യാസ് സ്റ്റവ്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് യാതൊരു പേടിയും കൂടാതെ ചെറിയ ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ പരിഹരിക്കാൻ പറ്റും. പിന്നെ ഗ്യാസ് സ്റ്റവിൽ ഉണ്ടാകുന്ന അടുത്തൊരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമാണ്. അപ്പോൾ ഒരുപാട് ഗ്യാസ് നഷ്ടമാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കറക്റ്റ് സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾക്ക് ഈസി ആയിട്ടുള്ള പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രം പോരാ. ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തൊക്കെയാണ് ഗ്യാസ് സ്റ്റവിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്സുകളെന്ന് നോക്കാം. നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. ഗ്യാസ് ലീക്ക് ആവാനുള്ള സാധ്യതയുള്ള മെയിൻ ഇമ്പോർട്ടൻ്റ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാണ്, റെഗുലേറ്ററിൻ്റെ ഭാഗം. പ്രത്യേകിച്ച് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഗ്യാസ് നമ്മൾ ഉപയോഗം കഴിഞ്ഞ ഉടനെ തന്നെ ഓഫാക്കി വയ്ക്കുക. പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് ഗ്യാസ് സിലിണ്ടറിൻ്റെ ഇതിനകത്ത് ഒരു വാഷർ വരുന്നുണ്ട്. അപ്പോൾ പഴയ സിലിണ്ടറൊക്കെ ആണെങ്കിൽ വാഷർ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത നമുക്കിത് കാണാൻ പറ്റും. നമുക്കിത് എടുക്കണമെങ്കിൽ സേഫ്റ്റി പിൻ വേണം. ഈ ഒരു ഭാഗത്ത് വാഷർ കറക്റ്റായിട്ട് ഫിറ്റ് അല്ലെങ്കിൽ നമുക്കിതിലൂടെ ഗ്യാസ് ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. പഴയ സിലിണ്ടർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ടത് ട്യൂബാണ്. അപ്പോൾ ഇതിൽ എവിടെയെങ്കിലുമൊക്കെ ലീക്ക് ഉണ്ടോ എന്ന് അത് ശ്രദ്ധിക്കുക. 2-3 വർഷമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കീറൽ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് സ്ക്രാച്ചസ് ഉണ്ടെങ്കിൽ തന്നെ ഗ്യാസ് ലീക്ക് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്യൂബ് മാക്സിമം ഒരുപാട് പഴകുന്നതിന് മുമ്പായിട്ട് നമുക്ക് മാറ്റാൻ ശ്രമിക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടതിന് ശേഷം നമുക്കിത് ഓപ്പൺ ആവുണ്ടോ നോക്കാം. അപ്പോൾ കറക്റ്റാണ്. ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗ്യാസിലുണ്ടാവുന്ന മെയിനായിട്ടുള്ള കംപ്ലൈൻറ്റുകൾ ഇതെല്ലാമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നോബെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. ഗ്യാസ് ലൈറ്റർ നമ്മളതുപോലെ ഇടയ്ക്ക് ശ്രദ്ധിക്കുക. കാരണം സ്പാർക്ക് നല്ല രീതിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3-4 തവണയെങ്കിലും നമ്മൾ പ്രസ് ചെയ്താൽ മാത്രമേ സ്പാർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും ഗ്യാസ് നഷ്ടപ്പെടുന്നു. ഇനി അടുത്തൊരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ എത്രയൊക്കെ നീറ്റായി ക്ലീൻ ചെയ്താലും ഒരു 2 ദിവസമൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലുള്ള കറകൾ വരാനുള്ള സാധ്യതയുണ്ട്. തിളച്ച് പൊങ്ങി ആദ്യം പോയിരുന്ന സ്ഥലം കൂടിയാണത്. പൊതുവെ നമ്മൾ വെള്ളം വെച്ചാണ് സാധാരണ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്യുന്നത്. അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ഒരു സൊല്യൂഷൻ പറഞ്ഞുതരാം. ഉറുമ്പൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ഐറ്റം വെച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആവുകയും ചെയ്യും. ഇതുപോലുള്ള പ്രാണികളുടെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഗ്യാസ് സ്റ്റവ് വെള്ളം വെച്ച് ക്ലീൻ ചെയ്യേണ്ട. അതിന് പകരം ഒരു 1/4 ടേബിൾ സ്പൂൺ വിനീഗർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹാർഡായിട്ടുള്ള കറകളൊക്കെ ആണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് വിനീഗർ ഒന്ന് ഒറ്റിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. പലതരം രീതിയിലുള്ള കറകൾ ഉണ്ടാവും. പാല്, കറികൾ ഒക്കെ തിളച്ച് പൊങ്ങുന്നതുകൊണ്ട് നമുക്ക് ഇത് ക്ലീൻ ആക്കി എടുക്കാൻ വേറെ ഒരു സൊല്യൂഷൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഇത് വിനീഗർ മുട്ടിയാൽ തന്നെ നമുക്കിതാ ആ കറകളെല്ലാം ഈസി ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇനി ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിനീഗർ വെച്ചിട്ട് ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്തെടുക്കുക. ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഗ്യാസ് സ്റ്റവ് ഉപയോഗിക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ ഭാഗത്തൊക്കെ നല്ല കറകളുണ്ട്. നമുക്കിതാ ഇതുണ്ടല്ലേ, പെട്ടെന്ന് ഷൈനിങ് ആവുന്നതാണ്. മെയിനായിട്ട് ഗ്യാസ് സ്റ്റവിൽ കണ്ടുവരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർണർ, അതായത് പൊതുവെ ഇത്തിരി പഴയ സ്റ്റവൊക്കെ ആണെങ്കിൽ ബർണർ നല്ല രീതിയിൽ ഹോളുകൾ അടയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കൂടാതെ നല്ല രീതിയിൽ കരി പിടിച്ചിട്ടുണ്ടാവും. പെട്ടെന്ന് നോക്കിയാൽ ചിലപ്പോൾ അടഞ്ഞത് കാണാൻ പറ്റില്ല. അടപ്പെല്ലാം മാറ്റിയിട്ട് ഒന്ന് കത്തിച്ച് നോക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫുൾ സ്പീഡിലാണ് വെച്ചിരിക്കുന്നത്. ഫ്ലെയിം വളരെ കുറവാണ്. ഗ്യാസ് സ്റ്റവിൽ ഫ്ലെയിം കുറവാണെങ്കിൽ ചെറിയൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഗ്യാസ് സ്റ്റവിൻ്റെ ഫ്ലെയിം നല്ല രീതിയിൽ കൂട്ടാൻ പറ്റുന്നതാണ്. ഗ്യാസ് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ ബർണർ ഊരി മാറ്റാം കേട്ടോ. ഞാൻ കത്തിച്ചത് കൊണ്ടാണ്, നല്ല ചൂടുണ്ടാവും. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. തുരുമ്പൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആദ്യം നമ്മൾക്ക് ഈ ഗ്യാസ് സ്റ്റവ് ഒന്ന് മറിച്ച് വെക്കാം കേട്ടോ. എന്നാലും നമുക്ക് ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഗ്യാസ് സിലിണ്ടറിൽ നിന്നും ഈ ഒരു ട്യൂബിലൂടെയാണ് ഗ്യാസ് വരുന്നത്. അറിയാത്ത ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ്. ഇനി മുതൽ നമുക്ക് ആളുകളെ വെയിറ്റ് ചെയ്ത് സമയം പാഴാക്കേണ്ട കാര്യമില്ല കേട്ടോ. ഗ്യാസിൻ്റെ നോബ് ഇവിടെയാണ് നമ്മൾ തിരിക്കുന്നത്. തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ചെറിയൊരു ഹോൾ ഉണ്ട്. അപ്പോൾ ആ ഹോൾ അടഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് കറക്റ്റായിട്ട് നമുക്ക് അടുപ്പിലോട്ട് എത്തില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബർണർ വെക്കുന്ന സ്ഥലം. നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിനുശേഷം മാത്രം നമ്മൾ ബർണർ നോക്കിയാൽ മതി. കരട് അടഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമുക്കൊരു സേഫ്റ്റി പിൻ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ആ കരടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ നാക്കി കഴിഞ്ഞാൽ ആ കരട് പുറത്ത് പോകുന്നതാണ്.
അപ്പോൾ ഇവിടെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഗ്യാസ് നല്ല രീതിയിൽ മണം വരുന്നതാണ്. പ്രത്യേകിച്ച് ലീക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണത്. അതിനുശേഷം നമുക്ക് ഈ ബർണർ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 മാസം ഉപയോഗിക്കുന്ന ഗ്യാസ് ഒരു 3 മാസം വരെയൊക്കെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. കാരണം പ്രത്യേകിച്ച് ഗ്യാസ് സ്റ്റവിൽ വലിയ കംപ്ലൈൻറ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. നമ്മൾ വീട്ടിൽ ഇതുപോലെയാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പഴക്കം ചെന്ന ഒരു ഗ്യാസ് സ്റ്റവാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഹോളുകളൊന്നും വലിയ രീതിയിൽ അടഞ്ഞിട്ടില്ല. ബർണർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സൊല്യൂഷനാണ്. അപ്പോൾ മറ്റുള്ള രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷണം പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ. അപ്പോൾ ഈ 2 ഐറ്റമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേറെ ഒരു ഐറ്റം ഒന്നും ചേർക്കുന്നില്ല, വെള്ളമൊന്നും ചേർക്കരുത്. അപ്പോൾ നമ്മൾ ബർണർ എടുക്കുന്നു, ആ ബർണറിലോട്ട് ഈ ഒരു മിക്സ് നല്ല രീതിയിൽ പുരട്ടി വയ്ക്കുക. അപ്പോൾ ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ എത്ര കരടുണ്ടെങ്കിലും ഈസി ആയിട്ട് അത് മാറ്റാൻ പറ്റുന്നതാണ്. കൂടാതെ നല്ല ഷൈനിങ് ഉണ്ടാവും. അപ്പോൾ പഴയ ബർണർ ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക. ഇത് പുരട്ടി വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇതുപോലെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കുക. ക്ലീൻ ചെയ്തിട്ടില്ല, നമ്മൾ ആ മിക്സ് പുരട്ടിയ ശേഷം ഈ വെള്ളത്തിലോട്ട് മാത്രം ഇട്ട് വെച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം കരിപ്പൊടി ഇതിലുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. പഴയ ബ്രഷ് ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബർണറിൻ്റെ കളർ നല്ല രീതിയിൽ കൂടുന്നതാണ്. ഇതുണ്ടല്ലേ, ബ്രഷ് നല്ല രീതിയിൽ കരിപ്പൊടി ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ബർണർ ക്ലീൻ ചെയ്തെടുക്കുക. മറ്റുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇത്ര റിസൾട്ട് കിട്ടണമെന്നില്ല കേട്ടോ. ഇത്രയധികം കരിപ്പൊടി നമ്മുടെ ആ ബർണറിലുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇടയ്ക്ക് ഒരു മാസത്തിൽ 1-2 തവണയെങ്കിലും ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക. ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ ബർണർ മഞ്ഞപ്പൊടിയെല്ലാം ഇട്ട് ആ ഒരു സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം മഞ്ഞപ്പൊടിയുടെ കളറുണ്ട്. കാരണം ആ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഹോളുകൾ പൂർണ്ണമായിട്ടും അടഞ്ഞ ഹോൾ പോലും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. മറ്റുള്ള രീതിയിൽ നിങ്ങൾ ക്ലീൻ ചെയ്ത് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫ്ലെയിം കിട്ടുന്നതാണ്. നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. ഗ്യാസ് എല്ലാം ക്ലീൻ ചെയ്തു, അതുപോലെ ബർണർ ക്ലീൻ ചെയ്തു. ഫ്ലെയിമിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു, കാരണം ഇടയിലൊക്കെ ഒരു മഞ്ഞ ഫ്ലെയിമായിട്ട് വരുന്നുണ്ടായിരുന്നു. അത് പൊതുവെ ഗ്യാസ് കഴിയാറാകുമ്പോൾ നമുക്ക് പൊതുവെ അങ്ങനെ ഒരു മഞ്ഞ ഫ്ലെയിം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളിതാ ഗ്യാസ് നമ്മൾ ഏകദേശം ഫുള്ളാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വേറെ സ്റ്റവ് നമ്മൾ ഗ്യാസ് ലോയിൽ വെച്ചിരിക്കുകയാണ്. ആ സ്റ്റവ് നമുക്ക് കൂട്ടി നോക്കുമ്പോൾ കണ്ട നല്ല രീതിയിൽ ഗ്യാസ് വരാൻ തുടങ്ങി. വീണ്ടും സ്ലോ ആക്കാം, ഒന്നും കൂടി നമുക്ക് നോക്കാം. ഇത് കണ്ടില്ലേ, അത്രയും ഫ്ലെയിം നമുക്ക് വരാൻ തുടങ്ങി. അപ്പോൾ നല്ല രീതിയിൽ കരടുണ്ടായിരുന്നതാണ്. അപ്പോൾ പല സാധനങ്ങളും നമ്മൾ പൊതുവേ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ എന്തെങ്കിലും അടുപ്പിൽ തിളച്ച് പൊങ്ങിക്കഴിഞ്ഞാൽ ബർണർ നല്ല രീതിയിൽ ഉടനെ തന്നെ ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ കറക്റ്റായിട്ട് എല്ലാ ഹോളുകളിലും ഫ്ലെയിം ഉണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഗ്യാസ് നല്ല രീതിയിൽ സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗ്യാസ് അടുപ്പിൽ തീ കുറവാണെന്ന് ആരും കംപ്ലൈൻറ്റ് പറയരുത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. 2 അടുപ്പും നല്ല രീതിയിൽ കത്തുന്നുണ്ട്. അപ്പോൾ ഈസിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.